കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കാരണമാണ് പലപ്പോഴും നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമില്ല, പ്രണയിതാക്കൾ തമ്മിൽ സ്നേഹമില്ല, ഐക്യമില്ല, എപ്പോഴും വഴക്കാണ്. ഇനി മറ്റുള്ള കുടുംബാംഗങ്ങളുമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും സ്വരച്ചേർച്ചയില്ല. വീട്ടിലെ മറ്റംഗങ്ങളുമായിട്ട് വീട്ടിലൊരു സമാധാനമില്ലാത്ത അന്തരീക്ഷമാണ് ഏത് സമയത്തും. ഇനി സാമ്പത്തിക നേട്ടമില്ല. ഭൂമി, വീട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനും നിങ്ങൾക്കൊന്നിനും കഴിയുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും തടസ്സമാണ്. ഇതിനൊരു പരിഹാരം തേടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് പണച്ചെലവില്ലാത്തൊരു പരിഹാരമാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് നിങ്ങൾക്ക് കേട്ടാൽ മതി. കേട്ട് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഇനി ജപിക്കാൻ കഴിയുകയാണെങ്കിൽ ജപിച്ച വീട്ടിലത്തെ നെഗറ്റീവ് എനർജി പോകും. അത് നിങ്ങൾ തന്നെ ചെയ്യുക. ശരീരശുദ്ധി വേണം. വൃത്തിയില്ലാതെ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നെഗറ്റീവായ അനുഭവങ്ങളുണ്ടാവും. നിങ്ങൾക്ക് പങ്കാളിയിൽ നിന്ന് സ്നേഹമാണ് വേണ്ടത് എങ്കിൽ അത് ചിന്തിക്കുക. പങ്കാളിയുടെ പേരോ മുഖമോ ഒക്കെ മനസ്സിലോർക്കുക. ഇനി മറ്റു പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് പരിഹരിക്കപ്പെടേണ്ടത് എങ്കിൽ അത് ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നിങ്ങൾക്ക് നേടേണ്ട കാര്യം. അത് ചിന്തിച്ച് മാത്രം ഇത് കേൾക്കുക. എല്ലാവർക്കും അമ്പലത്തിൽ കൊടുത്ത് പൂജ ചെയ്യാൻ സാമ്പത്തികം ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ അതിന് സാധിക്കാത്ത സാഹചര്യമായിരിക്കാം. വിദേശത്തൊക്കെ ഉള്ളവർക്ക് നാട്ടിലത്തെ അമ്പലത്തിൽ പൂജ കഴിക്കണമെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണം. എന്നാൽ ഇതിന് ആരുടെയും സഹായം വേണ്ട. ഇത് കേട്ടാൽ മതി. വിവാഹങ്ങൾ മുടങ്ങുകയാണെങ്കിൽ അതൊക്കെ ഓർത്തിട്ട് വേണം ഇത് കേൾക്കാൻ കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിലെ തടസ്സങ്ങൾ, നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, അത് ചിന്തിച്ചിട്ട് ഇത് കേൾക്കുക. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിശക്തമായ ആ മന്ത്രം ഇവിടെ ജപിക്കുകയാണ്. ആൾ കുറച്ച് ദേഷ്യക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതൊക്കെ അനുഷ്ഠിക്കുക. ശരീരശുദ്ധി, മനഃശുദ്ധി ഇത് രണ്ടും വേണം. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. പിന്നെ പ്രാർത്ഥിക്കുക, എനിക്കിത് നടത്തി തരണേ എന്ന അപേക്ഷയോടുകൂടി ഇത് കേൾക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം നടക്കും. നമുക്ക് ആ മന്ത്രം എന്താണെന്ന് നോക്കാം. ധരണീഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. ഇത് 1008 തവണയാണ് ജപിക്കേണ്ടത്. കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ല 108 ആയാലും മതി. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ജപിക്കാം. അത്രയും സമയം നമ്മൾ മറ്റ് ചിന്തകളിൽ നിന്ന് മാറി നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ആവുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ, ടാരോറ്റിൻ്റെ കാര്യം അറിയണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് എടുത്തു തരും. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം വേണമെങ്കിൽ, അമ്പലത്തിലൊക്കെ ചെയ്യേണ്ട പരിഹാരമാണെങ്കിൽ അത് പറഞ്ഞു തരും. അപ്പോൾ അതിനുവേണ്ടി ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ.